ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി സ്റ്റോറിയാണ് കേട്ടോ. കുറേ നാളായി ചെയ്യാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ അതിപ്പോഴൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. എന്നിപ്പോൾ അത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി വന്നിട്ട് കല്യാണം കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം വന്നിട്ട്, അതിന് മുമ്പ് ഒരു അബോർഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് ജനുവരിയിൽ കല്യാണം കഴിഞ്ഞു. പിറ്റത്തെ വർഷം മെയ്യിലാണ് ഫസ്റ്റ് പ്രഗ്നൻ്റായി. മെയ് 15-ാം തീയതി ആയിരുന്നു എനിക്ക് LMV ഡേറ്റ്. അപ്പോൾ അന്ന് പീരീഡ്സ് വരാത്തതുകൊണ്ട് ഞാൻ അന്ന് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. അന്ന് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കി, എനിക്ക് അന്ന് തന്നെ പോസിറ്റീവായി. അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ഡോക്ടറെ കാണാനായിട്ട് പോയി. ഡോക്ടറെ കാണാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു LMV ഡേറ്റ് അന്ന് തന്നെ ആയതുകൊണ്ട് ഒരു 10 ദിവസം ഫുൾ റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് കൺഫേം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 10 ദിവസം ഫുള്ളായിട്ട് ഞാൻ റെസ്റ്റ് ചെയ്തിട്ട് 10ാമത്തെ ദിവസം പിന്നെ ഒന്നുകൂടി കിറ്റ് മേടിച്ച് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തു. അപ്പോൾ രണ്ടും പോസിറ്റീവായിട്ടോ. അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഫസ്റ്റ് സ്കാൻ 30 ദിവസം കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് സ്കാൻ എടുത്തു. അതിൽ പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എല്ലാവർക്കും വരുന്ന പോലെ തന്നെ നോർമൽ ഛർദിയും കാര്യങ്ങളും ഒക്കെ ആയി, തലകറക്കമൊക്കെ ആയി. പിന്നെ ഫസ്റ്റ് ഈ LMV ഡേറ്റിൻ്റെ എന്ന് അറിഞ്ഞ് ആ ഒരു 10 ദിവസത്തേക്ക് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ 10 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് തലകറക്കവും കാര്യങ്ങളും ഒക്കെ ആയി തുടങ്ങിയത്. അങ്ങനെ 3 മാസം വരെ വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ 3ാമത്തെ മാസമായപ്പോൾ അടുത്ത സ്കാൻ എടുത്തു കഴിഞ്ഞപ്പോൾ തൊട്ട് പ്രശ്നങ്ങളായിരുന്നു കേട്ടോ. അടുത്ത സ്കാൻ എടുത്തു കഴിഞ്ഞപ്പോഴാണ് പ്ലാസൻ്റെ ലോ ലയിങ് എന്ന് പറയണത്. അതായത് പ്ലാസൻ്റെ കുറച്ച് ഒന്ന് ഇറങ്ങിയിരിക്കുകയെന്ന് പറഞ്ഞു. എന്നാൽ കുഞ്ഞിറങ്ങി വരുന്ന വഴീനെ മൂടിയിട്ടുമില്ല, അല്ലാത്ത രീതിയിൽ കുറച്ചൊരു ശകലം താഴ്ന്നിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേറെ വഴിയൊന്നുമില്ല, റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഒരുപാട് വെയിറ്റും കാര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ല. അങ്ങനെ പിന്നെ റെസ്റ്റായി. കുറച്ച് നാളത്തേക്ക് പിന്നെ റെസ്റ്റ് ചെയ്തു. വലിയ വെയിറ്റും കാര്യങ്ങളൊന്നും എടുക്കാതെ, എപ്പോഴും ഫുൾ ബെഡ് റെസ്റ്റ് ഒന്നും വേണ്ട, വലിയ വെയിറ്റും കാര്യങ്ങളൊന്നും എടുക്കാതെ ജസ്റ്റ് റെസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ റെസ്റ്റ് ചെയ്തു. പിന്നെ സ്കാൻ എടുത്തു. ഒരു 2 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ സ്കാൻ എടുത്തു. ആ സ്കാനിൻ്റെ സംഭവം കയറി വന്നിട്ടില്ല, പ്ലാസൻ്റെ അങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഫസ്റ്റത്തെ പ്രശ്നം അതായിരുന്നു. ഒരു 5 മാസം വരെ പ്ലാസൻ്റെ അങ്ങനെ തന്നെയായിരുന്നു. 5ാം മാസത്തെ സ്കാനെങ്കിലും പ്ലാസൻ്റെ കയറി വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ആദ്യത്തെ 5 മാസം കഴിഞ്ഞു. എനിക്ക് 5 മാസം വരെ, ആദ്യത്തെ 3 മാസം വരെ ഉണ്ടോ വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ 5 മാസം കഴിഞ്ഞു. 7ാം മാസം ആയി. 7ാം മാസത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് 7ാം മാസം എന്നെ കൂട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ വീട്ടിൽ ചെന്ന്, അപ്പോൾ എനിക്ക് ചെറിയ ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് വേൾഡ് കപ്പിൻ്റെ അന്നാണ് കേട്ടോ, വേൾഡ് കപ്പിൻ്റെ ഫൈനലിൻ്റെ അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് പനിയും ചുമയൊക്കെ കൂടി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ രാത്രി തന്നെ, എനിക്ക് കുഞ്ഞിന് അനക്കം കുറഞ്ഞ പോലെ തോന്നി. ഹോസ്പിറ്റലിൽ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ നോക്കിക്കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് അനക്കവും കാര്യങ്ങളൊക്കെ നോർമലാണ്. എന്നിട്ട് എന്നോട് ചോദിച്ചു വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ആകെയുള്ളത് നല്ല ചുമയുണ്ടായിരുന്നു, പിന്നെ ജലദോഷത്തിൻ്റേതായ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ. അപ്പോൾ രാത്രി ചെന്നുകൊണ്ട് തന്നെ അവരോട് ഒബ്സർവേഷനിൽ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം അവരെന്നെ ഡിസ്ചാർജ് ചെയ്തില്ല. ഒരു ഉച്ചയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ ഇങ്ങനെ നമുക്ക് വയറ് പരിശോധിക്കുമല്ലോ, കുഞ്ഞിൻ്റെ അനക്കം നോക്കാൻ വേണ്ടി വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പൾസ് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പൾസ് കൂടുതലാണ്. എൻ്റെ പൾസ് കൂടാൻ തുടങ്ങി. ശേഷം കുഞ്ഞിൻ്റെയും പൾസ് കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് അവർ പറഞ്ഞു ഈ ഹോസ്പിറ്റലിൽ പറ്റത്തില്ല, അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു 12:30 ആയപ്പോൾ അവർ മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് പറഞ്ഞു. പിന്നെ ഇടയ്ക്ക് കുറേ ഡോക്ടർമാർ വന്ന് നോക്കി എങ്ങനെയുണ്ട് കാര്യങ്ങളെന്നൊക്കെ. എൻ്റെ കൂടുന്നതിനനുസരിച്ച് കുഞ്ഞിനെയും കൂടുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞു ഇവിടെ പറ്റത്തില്ല, എന്തായാലും മെഡിക്കൽ കോളേജിൽ പോകണം, ഇവിടെ കാർഡിയോളജിസ്റ്റ് ഇല്ല, അവിടെ കാർഡിയോളജിസ്റ്റ് ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ 12 മണിക്ക് ഇതറിഞ്ഞിട്ട് രാത്രി 8 മണിയായപ്പോൾ കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് പോയി രാത്രി തന്നെ അവിടെ ചെന്നു, കാർഡിയോളജിസ്റ്റിനെ കണ്ടു, അവിടെ അഡ്മിറ്റായി. കാർഡിയോളജിസ്റ്റിനെ കണ്ടു. അപ്പം തന്നെ അവർ ECGയും എക്കോയും കാര്യങ്ങളൊക്കെ എടുത്തു. അതിൽ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, ഹാർട്ടിന് വേറെ പ്രശ്നമൊന്നും ഇല്ല. പക്ഷെ പൾസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക, പൾസ് റേറ്റ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവരവിടെ അഡ്മിറ്റ് ചെയ്തു. ഹാർട്ടിൻ്റെ കുറേ ചെക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, അതിലൊന്നും പ്രശ്നമില്ലെന്ന് പറഞ്ഞു.
അപ്പോഴേക്കും കുഞ്ഞിനും പൾസ് റേറ്റ് കുറഞ്ഞു, പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അവിടെ ചെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പക്ഷേ എനിക്ക് 100+ തന്നെയായിരുന്നു അപ്പോഴും നിന്നത്. 1 മാസത്തേക്ക് കഴിക്കാനായിട്ട് ഒരു മരുന്ന് തന്നു. അങ്ങനെ 2 ആഴ്ച അവിടെ അഡ്മിറ്റായിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. തിരിച്ച് വീട്ടിൽ വന്ന ശേഷം 1 മാസം ആ മരുന്ന് കഴിച്ചു. പക്ഷേ അത് കഴിച്ചിട്ട് എനിക്ക് 100+ തന്നെയായിരുന്നു പൾസ് തന്നിരുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ എൻ്റെ ഹാർട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഇങ്ങനെ ചിലർക്ക് പൾസ് റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹാർട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും, അതുകൊണ്ട് മരുന്ന് എനിക്ക് കഴിക്കേണ്ട, മരുന്ന് നിർത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആ മരുന്നൊക്കെ നിർത്തി. പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കോട്ടയത്ത് തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച്. കോട്ടയത്ത് തന്നെയാണ് കേട്ടോ ഡെലിവറിക്കായിട്ടൊക്കെ പോകാനായിട്ട് തീരുമാനിച്ച്. അവിടെ തന്നെ അനിയത്തിയുടെ വീട്ടിൽ അവിടെ തന്നെ നിന്നു. അങ്ങനെ പിന്നെയും അടുത്ത സ്കാനിങ് വന്നു. അടുത്ത സ്കാനിങ്ങിൽ അറിഞ്ഞു കുഞ്ഞിന് കുറച്ച് വെയിറ്റ് കുറവുണ്ട്, പിന്നെ പ്ലാസൻ്റ് ഇതുവരെ കയറി വന്നിട്ടില്ലെന്ന് അടുത്ത് സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടോ. ഒരു 9ാം മാസത്തിലെ സ്കാനിങ്ങിലാണ് അറിയണത്. അപ്പോൾ പിന്നെ എനിക്കുണ്ടായിരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് തീരുന്നത് വരെ യൂറിനറി ഇൻഫെക്ഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തോരം വെള്ളം കുടിച്ചാലും ഞാൻ ഒരു 5 ലിറ്റർ വെള്ളമൊക്കെ ഓരോ ലിറ്ററിൻ്റെ കുപ്പിക്കകത്ത് 5 ലിറ്റർ വെള്ളമൊക്കെ കൊണ്ടുവന്ന് കുടിക്കുമായിരുന്നു. പക്ഷേ എന്നിട്ട് എനിക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട്, അല്ലാതെ കൾച്ചർ ചെയ്ത് നോക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല, നോർമലായിരുന്നു കേട്ടോ. അങ്ങനെ അതായിരുന്നു എനിക്ക് കൂടുതൽ എനിക്കിങ്ങനെ പ്രശ്നങ്ങളുണ്ട്, കൂടുതൽ ഞാൻ ബുദ്ധിമുട്ടിയിരുന്ന അതിലായിരുന്നു കേട്ടോ. എപ്പോഴും യൂറിനറി ഇൻഫെക്ഷനാണെന്ന് പറയുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 9ാം മാസത്തിലെ സ്കാനിങ് എങ്ങനെ അറിഞ്ഞു, കൊച്ചിന് വെയിറ്റ് കുറവുണ്ട്, അതുപോലെ പ്ലാസൻ്റ് കയറി വന്നിട്ടില്ല എന്നൊക്കെ അറിഞ്ഞു. അങ്ങനെ അറിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടോ. പിന്നെ അങ്ങോട്ടേക്ക് ഒന്നാമത്തെ പൾസ് റേറ്റ് കൂടുതൽ, അതിൻ്റെ കൂടി ഇതും കൂടി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആകെപ്പാടെ ടെൻഷനായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫെബ്രുവരി 1-ാം തീയതി ഹോസ്പിറ്റലിൽ പോയി, സ്കാനിങ് കാണിക്കാൻ വേണ്ടി പോയി. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഡിസ്ചാർജ് ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടർ എടുത്ത് ഡിസ്ചാർജ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറോട് പിന്നെയും അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഡോക്ടർ ബാക്കി ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു പ്രസവത്തിന് സമയമായി എന്ന് പറഞ്ഞു. പ്രസവത്തിന് സമയമായി എന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് ഫസ്റ്റ് വേദന വരാനായിട്ട് ട്യൂബ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം രാത്രി മൊത്തം ട്യൂബ് ഇട്ട് പിറ്റേ ദിവസം രാവിലെ എന്നെ പിന്നെ ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റി, ട്യൂബ് എടുത്ത് മാറ്റി. അതിനുശേഷം എനിക്ക് വേദന വരാൻ വേണ്ടിയിട്ട് അവർ ഗുളിക തന്ന് കുറച്ച് നേരം നടക്കുകയൊക്കെ ചെയ്യണമായിരുന്നു. എനിക്കറിയില്ലായിരുന്നു, ഞാൻ പോയി കിടന്നുറങ്ങി. അങ്ങനെ ഉറങ്ങിയിട്ട് ഒരു 12 മണിയായപ്പോൾ എന്നെ സിസ്റ്റർമാർ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ടോ ചോറുണ്ണാൻ വേണ്ടിയിട്ട് കഴിക്കാൻ പറഞ്ഞുകൊണ്ട് എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഫുൾ ഇങ്ങനെ ലിക്വിഡ് ലീക്കായി. അങ്ങനെ ലീക്കായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെന്നെ പെട്ടെന്ന് അടുത്ത സ്റ്റേജിലേക്ക് മാറ്റി, അടുത്ത റൂമിലേക്ക് മാറ്റിയിട്ട് കുറച്ച് നേരം അവിടെ വേദന വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കിടത്തി. പക്ഷേ എനിക്ക് വേദന വരുന്നേ ഇല്ലായിരുന്നു, ഗുളിക വെച്ചിട്ടോ കാര്യങ്ങളൊന്നും വേദന വരുന്നില്ലായിരുന്നു. എന്നിട്ട് ഒരു വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ എനിക്ക് ട്രിപ്പ് ഇടാൻ പറഞ്ഞു, വേദന വരാൻ വേണ്ടി ട്രിപ്പ് ഇടാൻ പറഞ്ഞു. അപ്പോൾ ട്രിപ്പ് ഇടുന്ന സമയത്ത് എൻ്റെ അടുത്തുള്ള ചേച്ചിമാരൊക്കെ പ്രസവത്തിന് ഇങ്ങനെ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. വേദന വന്നിട്ട് പ്രസവിക്കാറായിട്ട് ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനുണ്ട്. എൻ്റെ പൾസ് പിന്നെയും കൂടിക്കൊണ്ടിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ അപ്പോഴത്തേക്ക് ഹാർട്ടിൻ്റെ ഡോക്ടർ വന്ന് ECG ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹാർട്ടിനൊക്കെ വേറെ പ്രശ്നമൊന്നുമില്ല, എല്ലാം നോർമലായിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ പൾസ് റേറ്റ് മാത്രം കൂടിക്കൊണ്ടിരുന്നു. എന്നിട്ട് വേദന വരുന്നില്ല. അപ്പോൾ ഒരു 7 മണി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ വന്നിട്ട് പറഞ്ഞു നമുക്ക് ട്രിപ്പ് ഊരാം, എന്നിട്ട് സിസേറിയൻ്റെ കാര്യങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സിസേറിയൻ ആയിരുന്നു കേട്ടോ ഇഷ്ടം. അപ്പോൾ വേദന എടുക്കൂലല്ലോ എന്നൊരിതുണ്ടായിരുന്നേ. അങ്ങനെ സിസേറിയൻ്റെ കാര്യങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമായിട്ടോ. അങ്ങനെ ഞാൻ പേരൻസിൻ്റെ അടുത്ത് സംസാരിക്കണം, ഹസ്ബൻഡിൻ്റെ അടുത്ത് സംസാരിക്കണം എന്നൊക്കെ ഡോക്ടർ പറയുന്നത് ഞാൻ കേട്ടെ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ അപ്പുറം പോയി ഇപ്പുറം വന്നിട്ട് പറഞ്ഞു ആയിരിക്കും ഒന്നും കൂടെ ട്രിപ്പ് ഇട്ടോളാൻ പറഞ്ഞു. അങ്ങനെ അവർ വന്ന് ഒന്നും കൂടെ ട്രിപ്പ് ഇട്ടു. അതൊരു 7 മണിക്ക് ഇട്ടു ട്രിപ്പ്. എനിക്കൊരു 7:50 ആയപ്പോഴത്തേക്കും വേദന വരാൻ തുടങ്ങി. 7:50 ആയപ്പോഴത്തേക്കാണ് ട്രിപ്പിൻ്റെ വേദന എനിക്ക് തുടങ്ങിയത്. പിന്നെയാണ് എനിക്ക് 7:50 എനിക്ക് പ്രസവ വേദന ശരിക്കും തുടങ്ങിയത്. അങ്ങനെ 7:50 ആയപ്പോഴത്തേക്കും പ്രസവ വേദന വന്നിട്ട് പിന്നെ എനിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നറിയില്ല. പിന്നെ രാവിലെ 2 ഇടിയപ്പം കഴിച്ചിട്ട് കയറിയതാണ് കേട്ടോ. പിന്നെ ഒരു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. എനിക്ക് വിശക്കാൻ തുടങ്ങി, വേദന വരാൻ തുടങ്ങി. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ആ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വേദനയാണല്ലോ. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ടാണ് വേദന വരുന്നത്. ഇടവിട്ട് വേദന വന്നു. കുറച്ച് നേരം ഒരു വേദന വരും, എന്നിട്ട് അങ്ങ് പോകും. പിന്നെ അപ്പം തന്നെ പിന്നെ അടുത്ത വേദന ഇങ്ങോട്ട് വരും. അങ്ങനെ അപ്പോൾ എൻ്റെ ചുറ്റും കുറേ പിള്ളേരെയൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ പഠിക്കുന്ന പിള്ളേരെ കുറേ പേരെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. കുഞ്ഞിറങ്ങി വരുന്നുണ്ടോ എന്ന് നോക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ.
അത് ഞാൻ ഒരിക്കലും മറക്കില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. ഒരു എനിക്ക് വിശക്കുകയാണെങ്കിൽ കുറേ നേരമായി ഡോക്ടറെ അടുത്ത് പറഞ്ഞ് വേദന വന്നിട്ട് ഞാൻ എന്തൊക്കെയാണ് ഡോക്ടറോട് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അതുപോലത്തെ അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ വിശക്കുമെന്ന് ഡോക്ടറെ അടുത്ത് പറഞ്ഞു. അപ്പോഴേക്കും ഡോക്ടർ എനിക്ക് ബണ്ണും കുറച്ച് വെള്ളവും കൊണ്ട് തന്നു കേട്ടോ, ഒരു കുഞ്ഞി പാത്രത്തിൽ വെള്ളം. അപ്പോൾ ഒരു കൊച്ചെനിക്ക് ആ ബണ്ണ് വെള്ളത്തിൽ മുക്കിയിട്ട് വായിൽ വെച്ച് തന്നു. അങ്ങനെ ഒരു 2-3 പീസ് കഴിച്ചു. 7:50 വേദന വന്നു. 8:10 ആയപ്പോഴത്തേക്കും എനിക്ക് ഓപ്പണായി. അപ്പോഴത്തേക്കും അടുത്ത റൂമിലേക്ക് കുട്ടി അവിടെ നിന്ന് പിള്ളേരിങ്ങനെ പറഞ്ഞു, സാർ ഇറങ്ങി വരാൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിന് മുടി കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവരെന്നെ അടുത്ത റൂമിലേക്ക് മാറ്റി. ഒരു 8:10 ആയപ്പോൾ ഞാൻ പ്രസവിച്ചു. 8:10 അടുത്ത റൂമിലേക്ക് മാറ്റിയോണ്ട് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു പുഷ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പുഷ് ചെയ്യാൻ തോന്നുമായിരുന്നു. നമുക്ക് ആ വേദന വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാൻ തോന്നുന്നറിയത്തില്ല. അപ്പോൾ പുഷ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ ഇല്ല എനിക്ക് പറ്റത്തില്ല, ഞാൻ പുഷ് ചെയ്ത് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴത്തേക്കും ഇങ്ങനെ പിള്ളേരൊക്കെ പറഞ്ഞു ഡോക്ടർ കുഞ്ഞിൻ്റെ മുടി കാണാൻ തുടങ്ങി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഡോക്ടറിൻ്റെ അടുത്ത റൂമിലേക്ക് മാറ്റി വേദന വരുമ്പോൾ പുഷ് ചെയ്യണം എന്ന് പറഞ്ഞു. വേദന മൂന്നാമത്തെ പുഷ് ചെയ്തപ്പോഴത്തേക്കും ആളിറങ്ങി വന്നു. കുഞ്ഞിനെ എനിക്ക് വയറ്റിലേക്ക് ഇട്ട് തന്നിട്ടോ. അപ്പോഴുള്ളൊരു ആശ്വാസം, എന്താ പറയുന്നത്, വേദന എല്ലാം അങ്ങോട്ട് പോയി, വയറൊക്കെ നോർമലായി. നമുക്ക് എന്തൊക്കെയോ തോന്നും കേട്ടോ. ഭയങ്കര സന്തോഷവും കുഞ്ഞിനെ കിട്ടിയതിൻ്റെ സന്തോഷവും പിന്നെ ആ വേദന പോയതിൻ്റെ ആശ്വാസവും എനിക്കറിയില്ല, എന്തൊക്കെയോ ഭയങ്കര സമാധാനമുള്ളൊരു സമയമായിരുന്നു കേട്ടോ. കുഞ്ഞിനെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. കുഞ്ഞിനെ നമുക്ക് വയറിലേക്ക് വെച്ച് തന്നു. കുഞ്ഞിനെ പിടിക്കാൻ പറഞ്ഞു. ഞാൻ കുഞ്ഞിനെ എവിടെയാണ് പിടിച്ചതെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ കുഞ്ഞിനെ പിടിച്ചു. കുഞ്ഞിനെ കിട്ടി, ഭയങ്കര സന്തോഷമായി. കുഞ്ഞിനെ എൻ്റെ അടുത്ത് കൊണ്ട് ഇങ്ങനെ മുഖത്ത് വെച്ച് തന്നു. ബേബി ഗേളാന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ എനിക്കങ്ങനെ ഒരുപാട് വേദനയൊന്നും അനുഭവിക്കേണ്ടി വന്നില്ല കേട്ടോ. എൻ്റെ ഫസ്റ്റ് ഡെലിവറിയിൽ തന്നെ ഒരുപാട് വേദനയൊന്നും അനുഭവിക്കേണ്ടി വന്നില്ല. എന്താ പറയുക, ഒരു 20 മിനിറ്റത്തെ വേദന ശരിക്കും ഞാൻ അനുഭവിച്ചിട്ടുള്ളൂ. ശരിക്കും എനിക്ക് വേദന എടുത്ത 20 മിനിറ്റത്തെ വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഈ പ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നല്ല വേദന ആയതുകൊണ്ട് ഈ പ്രാവശ്യം എങ്ങനെയാണ്, വേദന ഇല്ലാത്തത് കൊണ്ട് ഈ പ്രാവശ്യം എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഫസ്റ്റത്തെ പ്രഗ്നൻസിയിൽ എനിക്ക് വലിയ പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെക്കിക്കാർഡിയയുടെയും ഈ യൂറിനറി ഇൻഫെക്ഷൻ്റെയും അങ്ങനത്തെ കുഞ്ഞിന് വെയിറ്റ് കുറവ് അങ്ങനത്തെ പ്രശ്നങ്ങളായിരുന്നു. അങ്ങനത്തെ പേടിയായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ എനിക്ക് അങ്ങനത്തെ പേടിയുള്ളൂ. പക്ഷേ എനിക്ക് വേദന എടുക്കും എന്നുള്ളൊരു പേടി ഇപ്പോൾ സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഫസ്റ്റത്തെ പ്രഗ്നൻസി ഓർക്കുമ്പോൾ ഇല്ല കേട്ടോ. ആ ഡെലിവറി ടൈമിലായാലും എനിക്ക് ഒരുപാട് സമയത്ത് വേദന അനുഭവിച്ചു. പക്ഷെ ഒരുപാട് സമയത്ത് വേദന അനുഭവിക്കേണ്ടി വന്നില്ല. അത് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആൻറ്റിയോട് ചോദിച്ചു, ഇതാണോ പ്രസവ വേദന എന്ന് പറയുന്നത്, ഇതാണ് നിങ്ങൾ ഒരുപാട് നേരം വേദനിച്ചു, നിങ്ങൾക്ക് ഒരുപാട് നേരം വേദന ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു, ഇതാണോ, എനിക്കാണെങ്കിൽ പെട്ടെന്ന് കൊച്ചുണ്ടായില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും എൻ്റെ ആൻറ്റി ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞിട്ടോ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന ഇത്, അത് നിനക്ക് കുറച്ച് സമയമല്ല അനുഭവിക്കേണ്ടി വന്നുള്ളൂ, അതിന് നീ ദൈവത്തോട് നന്ദി പറയാൻ പറഞ്ഞു. അതേപോലെ ഞാൻ ഇന്ന് വരെ അത് വലിയ വേദനയല്ല എന്ന് പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ഞാൻ വന്ന സമയത്ത് ഞാൻ പറയുന്നത് ഇതാണ് ഇത്ര വലിയ വേദന എന്നൊക്കെ നിങ്ങൾ പറയുന്നതെന്ന്. പക്ഷേ പിന്നെ ആൻറ്റി അങ്ങനെ പറഞ്ഞ് പിന്നെ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ അത് വലിയ വേദന അല്ലെന്ന്. കാരണം എനിക്ക് കുറച്ച് സമയം വേദന അനുഭവിക്കേണ്ടി വന്നുള്ളൂ. എന്നാലും അത് നല്ല നമുക്ക് മറക്കാൻ പറ്റില്ലാത്ത വേദന തന്നെയാണ് കേട്ടോ അത്ര സമയത്തത്. അങ്ങനെ ഫെബ്രുവരി 3 ഒരു 8-10 ആയപ്പോഴത്തേക്കും ചിച്ചിക്കുട്ടി ഉണ്ടായി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഞങ്ങൾക്ക് എല്ലാവർക്കും പെൺകുഞ്ഞ് വേണം തന്നെയായിരുന്നു. ഞങ്ങൾ പേരൊക്കെ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ട് അപ്പോൾ തന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞ ഉടനെ അവർ വന്ന് ചോദിച്ചു പറഞ്ഞാൽ ഞങ്ങൾക്ക് പേരൊക്കെ പറയാൻ പറ്റി. പിന്നെ എല്ലാവർക്കും സന്തോഷമായി, പെൺകുഞ്ഞ് വേണമെന്ന് അതുപോലെ ആഗ്രഹം തന്നെ പെൺകുഞ്ഞിനെ കിട്ടി. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഫസ്റ്റ് ഡെലിവറി എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പ്രഗ്നൻസി എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ എൻ്റേത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.